ഇതൊരു റിയാക്ടിങ് വീഡിയോ ആണ്. എന്തിനു വേണ്ടിയുള്ള റിയാക്ടിങ് വീഡിയോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ന്യൂസ് മൊത്തം നിറഞ്ഞു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതെ, ചങ്ങനാശ്ശേരിയിൽ 3 പേര് ആക്സിഡന്റിൽ മരിച്ചുപോയ ആ ഒരു വിഷയം. എന്താണ് അവിടെ ഉണ്ടായത്? അതൊരു റാഷ് ഡ്രൈവിംഗ് ആയിരുന്നു, കണ്ടന്റ് ക്രിയേഷൻ ആയിരുന്നു, എന്തായിരുന്നു അവിടെ ഉണ്ടായത്? അത് ഒരു പാർട്ട് ഓഫ് കണ്ടന്റ് ക്രിയേഷൻ ആണ്. സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ട് ലൈക്കും ഷെയറും ഫോളോവേഴ്സിനും വേണ്ടിയുള്ള ഒരു കണ്ടന്റ് ക്രിയേഷൻ മാത്രമായിരുന്നു അത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇൻസ്റ്റാഗ്രാമിലും ഇങ്ങനത്തെ റീൽസിന് വേണ്ടി അല്ലെങ്കിൽ കണ്ടന്റിന് വേണ്ടി ക്ലോസ് കോളും റേസിംഗും റോഡിൽ വീൽ ചെയ്യുന്ന വീഡിയോയും ഇട്ട് അതിൽ വ്യൂ കിട്ടാനുള്ളതിന്റെ ഒരു ശ്രമമായിരുന്നു അത് ഫെയിലായി. ബിക്കോസ് അതൊരു ഇല്ലീഗൽ കണ്ടന്റ് ആണ്. അത് ചെയ്യാൻ ശ്രമിച്ചു, ഹാപ്പൻസ്. അപ്പോൾ ഇത് ആരെയാണ് ഇത് കംപ്ലൈന്റ് ചെയ്യാനുള്ളത്? യെസ്, നിങ്ങൾ തന്നെ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ കമന്റുമാണ് ഇങ്ങനത്തെ കണ്ടന്റ് വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിൽ വരുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി ലൈക്സ്, കമന്റ്, സബ്സ്ക്രൈബ് എല്ലാത്തിനും ഇത് ഒരു വാല്യൂ ഉണ്ടെന്ന് കാര്യം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് വിചാരിക്കുന്നു. കാരണം നമ്മള് ആസ് എ സോഷ്യൽ ഇൻഫ്ലുവൻസർ, ആസ് എ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നമ്മൾ പല ആൾക്കാരെ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് നമ്മുടെ സപ്പോർട്ട് പ്യുവർലി നിങ്ങൾ വ്യൂവേഴ്സിന്റെയും സബ്സ്ക്രൈബേഴ്സിന്റെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഇപ്പൊ ഞങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടും അതുകൊണ്ട് മാത്രം തന്നെയാണ്. സോ നമ്മള് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ലീഗൽ എന്നുള്ള ഒരു ധാരണയിലല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അതിന് ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഈ വക സ്റ്റണ്ട് റൈഡിങ്, റേസിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും റോഡിൽ പബ്ലിക് സ്റ്റണ്ട്സ് ആയിട്ട് ചെയ്യരുത് എന്നുള്ള കാര്യം നമ്മൾ വി ആർ വെൽ എഡ്യൂക്കേറ്റഡ് അബൌട്ട് ഇറ്റ്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ റോഡിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ അത് പ്രൊമോട്ട് ചെയ്യാണ്ടിരിക്കുന്നതും അതിന്റെ ഇപ്പൊ ആ ചെയ്യുന്ന ആളുടെ പ്രൊഫൈലിൽ കയറി അല്ലെങ്കിൽ ആ ചെയ്യുന്ന ആ വീഡിയോന്റെ അടിയിൽ സൂപ്പർ ബ്രോ, ഓസം ബ്രോ, കീപ് ഗോയിങ്, അങ്ങനത്തെ പല പല ഇൻസ്പിറേഷൻ കോഡ്സ് ടൈപ്പ് ചെയ്ത് വിടാണ്ട് പ്ലീസ് സ്റ്റോപ്പ് ഡൂയിങ് ദിസ് നോൺസെൻസ് ഓൺ ദ സ്ട്രീറ്റ്സ് എന്നുള്ളൊരു കമന്റ് ഇട്ടാ ഇറ്റ് മേക്സ് ഹ്യൂജ് ഡിഫറൻസ്. അതായത് നമ്മുടെ സൊസൈറ്റിയിലേക്കുള്ള ഡിഫറൻസ് നമ്മൾ പറയുന്നത്. അതായത് നമ്മള് ഒരാളെ നേടാക്കാൻ വേണ്ടിയല്ല ഉദ്ദേശിക്കുന്നത്. ഈ സൊസൈറ്റി ഈ മോട്ടോർ സ്പോർട്സിൽ അംഗീകരിക്കാൻ വേണ്ടിയുള്ള ഒരു നെത്തോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോലെ സ്റ്റണ്ട് റൈഡേഴ്സും റേസേഴ്സും. സോ അതിനുള്ള സപ്പോർട്ടായിട്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന്റെയും ഡ്യൂട്ടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് സപ്പോർട്ടിങ് ഓൾ ദീസ് കൈൻഡ്സ് ഓഫ് ഷിറ്റ്. നിങ്ങൾ എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ എന്ന് പറഞ്ഞത് ആരൊക്കെയാണെന്ന് നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും. നിങ്ങൾ എന്ന് പറഞ്ഞത് നിങ്ങളും വരും, അതായത് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ട് വരും. പിന്നെ കൂടുതൽ ഇതിന്റെ പാരന്റ്സ്, അതായത് പിള്ളേര്, കൊച്ചു പിള്ളേർ, ഒരു 18 വയസ്സായ കുട്ടികൾ അവർ പറയുകയാണ് എനിക്ക് വണ്ടി വേണം, ഈ വണ്ടി വേണം, അല്ലെങ്കിൽ ആ വണ്ടി വേണം, എനിക്ക് ആ കളറുള്ള വണ്ടി വേണം. നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ മേടിച്ചു കൊടുത്തു എന്ന് വരും. പക്ഷെ മേടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ വണ്ടി ഓടിക്കാൻ അവൻ പ്രാപ്തനാണോ, അല്ലെങ്കിൽ അവനെ കൊണ്ട് അത് പറ്റുമോ, അവനെ കൊണ്ട് അത് ഓടിക്കാൻ പറ്റുമോ, ഈ കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഈ വണ്ടി എടുത്തു കൊടുക്കാനായിട്ട്. ഓക്കെ, ഇനി അത് എടുത്തു കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ. ഈ വണ്ടി എടുത്തുകൊണ്ട് അവൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണത്, അല്ലെങ്കിൽ അവന് സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേഷൻ ആണോ ഇതുകൊണ്ട് പണി? സ്പീഡിൽ പോവുക, കൂട്ടുകാരെ ലൈക്സ് മേടിക്കുക, അല്ലെങ്കിൽ നടു റോഡിൽ പബ്ലിക്കിൽ വീൽ ചെയ്യുക, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നും ചെയ്യണ്ട, ആ ബൈക്കിന്റെ താക്കോല് മേടിച്ചു വെക്കുക. ഇനി അതല്ല, എന്റെ മോൻ ഇവിടെ നിന്ന് ബൈക്ക് എടുക്കണില്ല, കൂട്ടുകാരന്റെ ബൈക്ക് എടുത്തിട്ടാണ് പോയിട്ട് സെയിം കണ്ടന്റ്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കണെന്നുണ്ടെങ്കിൽ തിരിച്ചു വിളിക്കുക, ഒന്നെങ്കിൽ MVD ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക, നിങ്ങൾ തന്നെ പോലീസിൽ ഏൽപ്പിക്കുക. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവൻ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് കരയേണ്ടി വരും. അയ്യോ മോനെ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുവേണ്ടി ഇപ്പൊ തന്നെ നിങ്ങൾ ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ദുഃഖ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ ഇത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ചെയ്യാൻ സ്ഥലമില്ല, കേരളയിൽ സ്ഥലമില്ല എന്ന് പറയും. റേസിംഗിന് സ്ഥലമില്ല, കേരള ട്രാക്കില്ല എന്ന് പറയും. ട്രാക്ക് കേരളയിലില്ല, കോയമ്പത്തൂരുണ്ട്, ചെന്നൈയിലുണ്ട് റേസിംഗ് ട്രാക്ക്, അതായത് ടാർമാക് റേസിംഗ്. അല്ല, മോട്ടോക്രോസിനാണെങ്കിൽ കേരളയിൽ ധാരാളം സ്ഥലങ്ങളുണ്ട്. പിന്നെ സ്റ്റണ്ട് റൈഡിങ് ഒരിക്കലും റോഡിൽ ചെയ്യരുത്. റോഡിൽ ചെയ്യാതിരിക്കാൻ വേണ്ടി ധാരാളം ക്ലോസ്ഡ് എൻവയോൺമെന്റ് സ്പോട്ട് ഉണ്ട്. ഇപ്പൊ നമ്മൾ സ്റ്റണ്ട് റൈഡേഴ്സ് ആണ്, ഓരോ ജില്ലയിലും പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന സ്റ്റണ്ട് റൈഡേഴ്സ് ഉണ്ട്. അവരെ സമീപിച്ച് അവരുടെ കൂടെ സ്റ്റണ്ട് ചെയ്ത് അവരുടെ സ്പോട്ടിൽ നിന്ന് വീഡിയോ ക്രിയേറ്റ് ചെയ്ത ഒരിക്കലും റോഡിൽ ചെയ്യരുത്. റോഡിൽ ചെയ്യുന്ന ഇല്ലീഗൽ കണ്ടന്റ് ആണ്, മറ്റുള്ളവർക്ക് ശല്യമാണ്, അത് അഗെയിൻസ്റ്റ് റൂൾസ് ആണ്. ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ അത് മറ്റുള്ളവരെയും എഫക്റ്റഡ് ആവുകയാണ്. പിന്നെ ഇതേപോലത്തെ കണ്ടന്റ് ചെയ്ത ആക്സിഡന്റ് വരുമ്പോൾ നമ്മളെ പോലുള്ള പ്രൊഫഷണൽ റേസിംഗും സ്റ്റണ്ട് റൈഡിംഗ് കമ്മ്യൂണിറ്റിയും അത് എഫക്റ്റ് ആവുകയാണ്. അപ്പൊ അതുകൊണ്ട് പ്ലീസ് മേക്ക് ഷുവർ ഫൈൻഡ് എ സ്പോട്ട്. ഇത് ടൈം എടുക്കും. വീടിന്റെ അടുത്ത് തന്നെ ഒരു പ്രാക്ടീസ് സ്പോട്ടോ വീടിന്റെ അടുത്തോ റേസിംഗ് സ്പോട്ടോ കിട്ടണമെന്നില്ല. ഇഫ് യു ആർ പാഷനേറ്റ് യു വിൽ ഗോ ഇൻ സെർച്ച് ഓഫ് ദ സ്പോട്ട്. You will do it safely. So make sure you do it safely in a closed environment spot. So definitely ഈ ഒരു സ്പോട്ട് കൺവേ ചെയ്യാനോ ഈ ഒരു പ്രാക്ടീസ് നടത്താനോ ട്രെയിനിങ് ചെയ്യാനോ നമുക്ക് എപ്പോഴും എല്ലായിടത്തും പെർമിഷൻ കിട്ടണമെന്നില്ല. സോ ദാറ്റ് ഡസൻ മീൻ നമുക്ക് ഇനിയിപ്പോ ഇവിടെ പെർമിഷൻ കിട്ടില്ലല്ലോ, ഇനിയിപ്പോ നമുക്കൊന്നുമില്ല, ഓപ്പൺ റോഡ്സ് മാത്രമേ ഉള്ളൂ, നമ്മൾ ടാക്സ് കൊടുക്കുന്ന റോഡ് നമുക്ക് ഇഷ്ടംപോലെ ചെയ്യാം എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ഇറങ്ങി ദിസ് സ്പോർട്ട് വിൽ നെവർ ഗ്രോ. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് പരിക്ക് പറ്റിനേക്കാളും കൂടുതൽ ഇത് കണ്ടുകൊണ്ട്, അതായത് ഇതിനെ പറ്റി ഒരു ബന്ധമില്ലാത്ത ആൾക്കാർക്കാണ് കൂടുതൽ ഇത് എഫക്ട് ചെയ്യുന്നത്. അതായത് ഒരു പെഡസ്ട്രിയൻസ്, റോഡിൽ നടക്കുന്ന ആൾക്കാർ, ഇത്
അത് അവർക്ക് നമ്മൾ അതെ, ചെയ്യുന്നത് ഏറ്റവും വലിയ ദ്രോഹമാണ്. അതെ, സ്ഥിരമായിട്ട് ആൾക്കാർ കാണാത്ത ഒരു സംഭവമാണ് റോഡിൽ കാണണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ നോക്കി വെക്കും. ചിലപ്പോ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, ചെറിയൊരു റോഡാണ്, ഒരാൾ എന്തെങ്കിലും ആക്ടിവിറ്റി റോഡിൽ ചെയ്യുന്നുണ്ട്, വീൽ ചെയ്യാൻ നോക്കുന്നുണ്ട്, സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്, എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ട്രിക്സ് ആയിക്കോട്ടെ, ആൾക്കാർ സൈഡ് മാറ്റി നിർത്തും. ഈ വണ്ടി ഇവൻ വീൽ ചെയ്യും, ഇവന്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകും. നോക്കി നിൽക്കുന്ന ആൾക്കാർ ഒരു പെഡസ്ട്രിയന്റെ അടുത്ത് ഇടിച്ചു കയറും. ചിലപ്പോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ചിലപ്പോ മരിച്ചു പോയി തന്നെ വരാം. നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഒരു സ്റ്റണ്ട് റൈഡിംഗ് കമ്മ്യൂണിറ്റിയുടെ ഒരു ഫാമിലിയാണ്. നമ്മൾ സിൻസ് 2007 വി ആർ ഇൻ ദിസ് ഇൻഡസ്ട്രി. ഇതൊരു പാഷനേറ്റ് ആയിട്ട് നമ്മൾ തുടങ്ങിയതാണ്. ട്രെൻഡ് ഔട്ട് ആവോ ഇല്ലയോ ഒന്നുമല്ല. വി ആർ സ്റ്റിൽ ഡൂയിങ്, വിൽ ബി ഡൂയിങ്. നമ്മൾ അത് ഒരു ഷോസ് ചെയ്യാറുണ്ട്, പ്രൊഫഷണൽ രീതിയിൽ ഷോസ് ചെയ്യാറുണ്ട്. നമ്മൾ പല പല ആഡ് ക്യാമ്പയിൻസിലും ഫിലിം മൂവീസിലും എല്ലാം ചെയ്യണം. നമ്മൾ അതിൻ്റെതായിട്ടുള്ള റിസ്ക് എടുത്ത് സേഫ് ആയിട്ട് അത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ സാറ്റർഡേ സൺഡേ പ്രാക്ടീസ് ചെയ്യാൻ ക്ലോസ്ഡ് എൻവയറമെന്റ് കണ്ടെത്തി നമ്മൾ ചെയ്തുകൊണ്ട് വരുന്ന ഒരു സ്പോട്ടാണ്. ഇതാണ് പലരും റോഡിൽ ചെയ്ത് സ്റ്റണ്ട് റൈഡിംഗ് ആയിട്ട് പലരും തെറ്റിദ്ധരിച്ചേക്കുന്നത്. റോഡിൽ ചെയ്യുന്നതല്ല സ്റ്റണ്ട് റൈഡിംഗ്, നമ്മൾ ചെയ്യുന്നതാണ് പ്രൊഫഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേയ്മെന്റ് സെനാരിയോ മാത്രമല്ല, അത് നമ്മുടെ റൂൾസ് ഉണ്ട്, അതിൽ റെഗുലേഷൻസ് ഉണ്ട്, നമ്മുടെ സേഫ്റ്റി പ്രോട്ടോകോൾസ് ഉണ്ട്, പ്രാക്ടീസ് സ്പോട്ടിന്റെ സ്ഥലങ്ങളുണ്ട്, വണ്ടി മോഡിഫൈഡ് ബൈക്ക് റോഡിൽ യൂസ് ചെയ്യാതെ പ്രാക്ടീസ് സ്പോട്ടിൽ മാത്രം യൂസ് ചെയ്യുന്ന ഇതെല്ലാം റൂൾസ് ആണ്. പണ്ട് കാലങ്ങളിൽ ധാരാളം KTM ഷോസും BMW ഷോസും TVS ഷോസും കേരളയിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും പെർമിഷൻ കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് പെർമിഷൻ കിട്ടണില്ല? സംഭവം സിമ്പിൾ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നോൺ പ്രൊഫഷണൽ റൈഡേഴ്സും പ്രൊഫഷണൽ റൈഡേഴ്സും തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിന്റെയൊക്കെ പിന്നില്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിൽ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ബൈക്ക് ലോഞ്ച് ചെയ്തു, ആ ലോഞ്ച് ചെയ്ത ടൈമിൽ എന്തെങ്കിലും ഒരു ഇവന്റ്സ് അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സ്റ്റണ്ട് ഷോ ഉണ്ടാവും, അല്ലെങ്കിൽ ബൈക്കിന്റെ എന്തെങ്കിലും റൈഡ് കാര്യങ്ങളോ എന്തെങ്കിലും ഒരു ചെറിയ ക്യാമ്പയിൻ, ഒരു ഗിമിക്സ് ഒക്കെ അവിടെ നടക്കാറുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ആ ഒരു ടൈമില് പുറത്ത് സ്വന്തമായിട്ട്, അതായത് ആൾക്കാരെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടി അവർ റോഡിൽ സ്റ്റണ്ട് ചെയ്യുന്നുണ്ടാവും. റോഡിൽ സ്റ്റണ്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ആ ഇവന്റ് നടക്കുന്ന വെന്യൂന്റെ സൈഡിൽ ഒരു സ്റ്റണ്ട് ചെയ്യണം. സ്റ്റണ്ട് ചെയ്ത് കഴിഞ്ഞാല് ഇതാരെങ്കിലും മേത്തിടിച്ച് കയറി അവിടെ മൊത്തം ന്യൂസൻസ് ആയി, അല്ലെങ്കിൽ കണ്ടുവരുന്ന ഒരാളുടെ മേത്തിക്ക് ഇടിച്ച് കയറി അവന്റെ കൈ ഒടിഞ്ഞു, കാലൊടിഞ്ഞു, ആക്സിഡന്റ് അങ്ങനെ മൊത്തം ആകുമ്പോ ഇവന്റ് സ്റ്റോപ്പ് ആവാണ്. അതായത് ഒരു മണിക്കൂറത്തെ ഇവന്റ് 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും സ്റ്റോപ്പ് ആവാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഒരു ബൈക്കിന്റെ അല്ലെങ്കിൽ ഒരു ലോഞ്ച് കാര്യങ്ങൾ എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവരാൻ? ഒന്നും വരാൻ പോണില്ല. നമ്മുടെ നാഷണൽ ലെവൽ ഇവന്റ്സ്, ഇന്റർനാഷണൽ സ്റ്റണ്ട് റൈഡേഴ്സ്, ഇവിടെ എറണാകുളത്ത് ഒരു ഇന്റർനാഷണൽ സ്റ്റണ്ട് റൈഡർ വന്ന് ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമില് പുറത്ത് ആക്ടിവിറ്റീസ് ചെയ്തിട്ട് പോലീസ് വന്ന് സ്റ്റോപ്പ് ചെയ്തു. ഓൾ മോട്ടോർ സൈക്കിൾ ഈവന്റ് കമ്പനീസ് കേരളയില് ഈവന്റ്സ് ടോട്ടലി സ്റ്റോപ്പ് ചെയ്തു. കൊറോണയ്ക്ക് മുമ്പ് സ്റ്റോപ്പ് ചെയ്തു. എന്തുകൊണ്ടാ? ഈ ഔട്ട്സൈഡ് പബ്ലിക്കിന്റെ ന്യൂസൻസ് കൊണ്ടാണ്. ഇപ്പൊ അവരോട് നമ്മളൊരു എന്താണ് നിങ്ങളുടെ ഇവന്റ്സ് ഒന്നും ഇല്ലേ, എന്താ നിങ്ങൾ ഇവന്റ് കേരളത്തിലേക്ക് അവര് വരുന്നില്ല. ഇന്ത്യയിൽ വേറെ എവിടെ വേണമെങ്കിൽ പൊക്കോളും, പക്ഷെ കേരളത്തിലേക്ക് അവർ വരില്ല. തീരുമാനിച്ചാണ്, ഉറപ്പിച്ച ഒരു കാര്യമാണ് അവര്. ഇതൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ. അതിന്റെ മെയിൻ കാരണങ്ങളും വേറെയുണ്ട്. അതായത് നമ്മളിപ്പോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോ ഇതിന്റെ ഹയർ അതോറിറ്റി ആൾക്കാർ, ഇതിന്റെ പെർമിഷൻസ് തരേണ്ട ആൾക്കാർ, ഇതിന്റെ ചുറ്റും നിൽക്കുന്ന വലിയൊരു അധികാരികൾ, ഇവർക്കൊക്കെ നമുക്ക് പെർമിഷൻ ഓപ്പൺലി തരാൻ മടിക്കുന്നു. അതായത് ദേ ഡോണ്ട് ഗീവ് us a signature on a paper because നമ്മള് ഇതിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ഇതിന്റെ ഒരു പുറകിൽ ഒരു ബാഡ് ഇമേജ് ഉണ്ട്. ഇമേജ് വളർന്നേക്കുന്നത് എങ്ങനെയാ? നമ്മളെ പോലെ അങ്ങനെ ഈ റോട്ടിൽ കൂടെ ചെയ്തു വരുന്ന പിള്ളേരുടെ ഒരു ഇൻഫ്ലുവൻസും പിള്ളേരുടെ ഒരു ഇമ്പാക്ട് കാരണം മാത്രമാണ് സൊസൈറ്റിയിൽ ഇത്രയും ഇങ്ങനത്തെ ഒരു ബാഡ് നെയിം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇത് നമ്മൾ ഇപ്പോഴേ ഫ്രം ദ റൂട്ട്സ് നമ്മൾ ഇപ്പോഴേ കട്ട് ഓഫ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ മോട്ടോർ സ്പോർട്ട് വോണ്ട് ഗ്രോ ഇൻ ഇന്ത്യ. ഗ്രോ ഇൻ ഇന്ത്യ ആസ് ഇൻ കേരളത്തിൽ ഇത് അടുക്കൂല. ബിക്കോസ് നമ്മളെ കണ്ട് ഇൻസ്പയർ ആവണമെന്ന് പറയണം. നമ്മള് നല്ല രീതിയിലുള്ള ഇൻസ്പിറേഷൻ ആണ് കൊടുക്കുന്നത്. നമ്മൾ ഒരിക്കലും റോഡില് ഒരു ലോറിയുടെ ഇടയിൽ കൂടെ വണ്ടി പൊക്കിയോ റേസ് ചെയ്തോ അല്ല ഇൻസ്പിറേഷൻ നമ്മൾ കൊടുക്കണം. നമ്മൾ പ്രാക്ടീസ് സ്പോട്ടില് നമ്മൾ സേഫ്റ്റി ഗിയേഴ്സ്, നമുക്ക് വി ഹാവ് ലോട്ട് ഓഫ് ഗുഡ് സ്പോൺസേഴ്സ് ടു സപ്പോർട്ട് us. ബിക്കോസ് സ്പോൺസേഴ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് സ്പോൺസേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നതും ഷോസ് കിട്ടുന്നതും ഈവന്റ്സ് കിട്ടുന്നതും വ്യൂസ് കിട്ടുന്നതും. നമ്മളെ ഫെയിം ഗെയിമിൽ കളിക്കുന്നത് നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ചെയ്തത് കൊണ്ട് മറ്റുള്ളവർ ഈവന്റ്സ് തന്നുകൊണ്ടാണ് നമ്മൾ ഫെയിം ഗെയിം കിട്ടുന്നത്. അല്ലാതെ റോഡിൽ പോയി നമ്മൾ സ്റ്റണ്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഫെയിം അല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോഴത്തെ ആളുകൾ ഫെയിമിന് വേണ്ടിയിട്ട് റോഡിലേക്ക് നേരെ ഇറങ്ങാണ്. ബിക്കോസ് റോഡിൽ വീൽ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അടിയിൽ സപ്പോർട്ടേഴ്സ് കൊണ്ട് ലൈക്കും ഷെയർ ഒക്കെ ഇട്ട് പൊളിക്കുകയാണ്. അപ്പൊ അവർ വിചാരിക്കണം നമ്മൾ ചെയ്യണ എന്തോ വലിയ സംഭവം എന്ന് വിചാരിച്ചിട്ട് വീണ്ടും കണ്ടന്റ് ചെയ്യണം ഫെയിമിന് വേണ്ടിയിട്ട്. അതല്ല ഫെയിം, അത് ഇല്ലീഗൽ ഫെയിം ആണ്. നമ്മളെല്ലാവരും വേണം റോഡ് സർക്കസ് എന്നാണ് പറഞ്ഞത്. റോഡ് സർക്കസ്, ദാറ്റ് ഈസ് നോട്ട് വാട്ട് യു ഷുഡ് ഡു ഇഫ് യു ആർ പാഷനേറ്റ് അബൌട്ട് റേസിംഗ് ഓർ സ്റ്റണ്ട് റൈഡിംഗ്. സ്റ്റണ്ട് റൈഡിംഗ് റേസിംഗ് ചെയ്യണമെങ്കിൽ ദർ ഇസ് ആൻ എഫേർട്ട്. കാരണം ഒറ്റ ദിവസം കൊണ്ട് ഒരാളും ഫെയിം കിട്ടിയിട്ടില്ല. സ്റ്റണ്ട് റൈഡിംഗ് ആയാലും റേസിംഗ് ആയാലും ഇയേഴ്സ് ഓഫ് പ്രാക്ടീസിങ്, പേഷ്യൻസും സ്കില്ലും ഡെവലപ്പ് ചെയ്ത് കൊണ്ടാണ് ഫോളോവേഴ്സ്. അപ്പൊ നമ്മളൊക്കെ തന്നെ കുറച്ച് ഫേസ്ബുക്ക് ഫോളോവേഴ്സിനെ ഇയേഴ്സ് കൊണ്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇപ്പൊ പുതിയ പിള്ളേരൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫീൽ ചെയ്തു. അത് ഇല്ലീഗലാണ്. അത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. നിങ്ങൾ അടിയിൽ കമന്റ് ഇടരുത്.
ഇപ്പൊ നമ്മുടെ ഗവേണിംഗ് അതോറിറ്റീസ് അവരുടെയും കുറച്ച് അവരുടെ സൈഡിൽ നിന്നൊരു സപ്പോർട്ട് നമുക്ക് വരാനുണ്ട്. പക്ഷെ അത് വരണമെങ്കിൽ നമ്മളും കുറച്ചും കൂടിയും എത്തിക്കലായിട്ട് ബിഹേവ് ചെയ്താലേ നടക്കുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ മോട്ടോർ സൈക്കിൾ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് മോട്ടോർ സൈക്കിൾസ് യൂസ് ചെയ്യുന്നതിന് 1000cc ബൈക്സ് നമ്മുടെ നോർമൽ ഒരു ജനറൽ ലൈസൻസ് മാത്രമേ ഉള്ളൂ. ഒരു ജനറൽ ലൈസൻസ് കൊണ്ട് നമുക്ക് ഏത് വണ്ടി ഉപയോഗിക്കാം, 4 വീലേഴ്സ് 2 വീലേഴ്സ് ഒക്കെ ഉപയോഗിക്കാം. സോ ഇതുകൊണ്ട് ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 വീലേഴ്സ് യൂസ് ചെയ്ത് വരുമ്പോൾ ആണ് അത് ഡേഞ്ചർ പോയിന്റ് വരുന്നത്. കാരണം ഒരു 200cc യൂസ് ചെയ്യുന്ന ഒരു മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്യുന്ന ആള് നേരെ കയറി ഒരു 1000 ഓടിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എക്സ്ട്രീംലി ഡേഞ്ചറസ് ഫോർ ഹിം ആൻഡ് ഫോർ പബ്ലിക് ഓൾസോ. സോ അതുകൊണ്ട് ദാറ്റ് ഇൻ പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 600cc എന്നുള്ളൊരു സെഗ്മെന്റിന്റെ ഇടയിൽ വരുന്നുണ്ട്. സോ നമ്മൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് പുറം രാജ്യങ്ങൾ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ സോ ലൈസൻസ് സെഗ്രിഗേഷൻ ഉണ്ട്. ലൈസൻസ് സെഗ്രിഗേഷനിൽ വരുമ്പോൾ ഫസ്റ്റ് ഏജ് വൈസ് നമ്മൾ യൂത്ത് പ്രസന്റ്ലി യൂസ് ചെയ്യുന്ന മോട്ടോർ സൈക്കിൾ CC കാൽക്കുലേറ്റ് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ 200cc യൂസ് ചെയ്യുന്ന ഓബിയസ്ലി 600cc അതായത് 18 വയസ്സുള്ള ഒരാൾക്ക് കേരളയിൽ 1000 ബൈക്ക് എടുക്കാം. ഇന്ന് 18 വയസ്സായിരിക്കുകയാണെങ്കിൽ നേരെ ഷോറൂം പോയ 390 1000 എടുക്കാം. പക്ഷെ അതിന് പകരം ചെയ്യേണ്ടത് 18 വയസ്സ് തൊട്ട് 20 വയസ്സ് വരെ സർട്ടൻ CCയിൽ ലിമിറ്റ് ചെയ്യണം. അത് എക്സ്പെർട്ടൈസ് ആയിട്ട് മാത്രമേ അടുത്തതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ലൈസൻസ് സെഗ്രിഗേഷൻ ഇൻ പ്ലേസ് ഇല്ല നമ്മുടെ ഇവിടെ. സോ അതും ഒരു പോയിന്റ് ആണ്. കാരണം പാരന്റ്സ് ആയാലും പാരന്റ്സിന് ഇതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം കുറച്ച് ഫിനാൻഷ്യലി റിച്ച് ആൾക്കാരായാലും ഒരു 1000cc മോട്ടോർ സൈക്കിൾ സ്വന്തം മോനെ മേടിച്ചു കൊടുക്കുന്നത് ഇറ്റ്സ് എ പ്രൈഡ് സ്റ്റാറ്റസ്. സോ അത് മാത്രം ഇൻ പോയിന്റ് കീപ്പ് ചെയ്യേണ്ടത് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കളുടെ സുരക്ഷിതം ആലോചിച്ചിട്ടെങ്കിലും ഇങ്ങനത്തെ മോട്ടോർ സൈക്കിൾസ് ഇത് ഉടനെ തന്നെ മേടിച്ചു കൊടുക്കാണ്ടിരിക്കുക. കാരണം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ് മോട്ടോർ സൈക്കിൾ റൈഡിങ് അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളിന്റെ എക്സ്പെർട്ടീസ് ഉണ്ടാക്കുന്നതും അതിനുള്ള എന്താ പറയാ അതിന് വേണ്ട ടെക്നിക്സും എല്ലാം ബിൽഡ് ചെയ്യാൻ സമയമെടുക്കും. ഇറ്റ്സ് എ ടൈം കൺസ്യൂമിംഗ് പ്രോസസ്. സോ അതും കൂടി കീപ്പ് ഇൻ മൈൻഡ് ചെയ്തിട്ട് ബൈക്ക് പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങാം. പിന്നെ നമ്മളെപ്പോലെ സ്റ്റാൻഡേർഡൈസ് ആയാലും റേസേഴ്സ് ആയാലും ബൈക്ക് ഫുള്ളി മോഡിഫൈഡ് ആണ്. ആ മോഡിഫൈഡ് ബൈക്ക് നമ്മൾ റോഡിൽ യൂസ് ചെയ്യാൻ പാടില്ല ഒബിയസ്ലി. അപ്പൊ നമ്മൾ അത് വേറെ വണ്ടി ഹയർ ചെയ്താ കൊണ്ടുപോകുന്നത്. ഇപ്പൊ റൂൾസ് ആൻഡ് റെഗുലേഷൻ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നാണ് ഈ സംഭവം. ഈ ഹയർ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു കോമൺ ഒരു ചെറിയൊരു പയ്യൻ അവനൊരു ഫോർ എക്സാമ്പിൾ ഹോണ ട്വിസ്റ്റർ ആയിക്കോട്ടെ, അത് അഫോർഡ് ചെയ്ത് അത് സ്റ്റണ്ട് മോഡ് ചെയ്ത് അത് മേടിച്ച് വെച്ചിട്ടുണ്ട്, അത് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പുറത്തെ 10 കിലോമീറ്റർ അപ്പുറത്തെ ഒരു സ്റ്റണ്ട് സ്പോട്ടിലേക്ക് ഓടിച്ചു പോകുന്നത് ഈസ് ഡേഞ്ചറസ്. കാരണം ഇത് സ്റ്റണ്ട് റൈഡിങ്ങിന് മോഡിഫൈ ചെയ്ത വെഹിക്കിൾസ് ആണ്. റേസ് ബൈക്സ് റേസിന് വേണ്ടി മോഡിഫൈ ചെയ്ത വെഹിക്കിൾസ് ആണ്. സോ ഇതൊന്നും ഓപ്പൺ റോഡ് ഇസ് വെരി ഡേഞ്ചറസ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സോ നമ്മളിത് ടോ ചെയ്യാൻ എല്ലാവരെയും പബ്ലിക് ഗുഡ്സ് കാരിയർ ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് കൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് തിരിച്ചുകൊണ്ടൊന്നും ഫിനാൻഷ്യലി നടക്കുന്ന സ്ഥിതിയല്ല. അപ്പോ നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെറിയൊരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ള വണ്ടിയുടെ പാർട്സ് എല്ലാം ഫിറ്റ് ചെയ്ത് നമ്പർ പ്ലേറ്റ് അടക്കം റോഡ് ലീഗലായിട്ട് നമ്മൾ വണ്ടി ഓടിച്ച് സ്റ്റണ്ട് സ്പോട്ടിൽ എത്തിയിട്ട് അവിടെ നിന്ന് വണ്ടിയുടെ എല്ലാ പാർട്സും അയച്ചു വെച്ച് സ്റ്റണ്ട് മോഡ് ആക്കി സ്റ്റണ്ട് ചെയ്തിട്ട് അതേപോലെ തിരിച്ച് ഫിറ്റ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് ഓടിച്ചിട്ട് വരും. അതാണ് ഞങ്ങൾ പണ്ട് ചെയ്യാറ്. ഐ മീൻ നമ്മളത് ഫിനാൻഷ്യൽ റിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതല്ല. സോ അതുകൊണ്ട് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ ചെയ്തു കഴിയുമ്പോഴും പോലീസുകാർ ആദ്യം എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ആകുമ്പോൾ വിളിച്ചു ചോദിക്കുന്നത് ഇവനെയായിരിക്കും. എന്താണ് ഉണ്ടായത്, ആരായിരുന്നു, നീ തന്നെയല്ലേ എന്നുള്ള രീതിയിലായിരിക്കും കാര്യങ്ങൾ ചോദിക്കുക. ഇനി അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ആള് വരും. ബിക്കോസ് ഇപ്പൊ ഇൻസിഡന്റ് നടന്നു. ഇപ്പൊ എല്ലാവരും ചർച്ചാ വിഷയമാണ്. ഇപ്പൊ നമ്മളെ വീക്കിലി പ്രാക്ടീസ് സ്പോട്ടിൽ പോകണം. ഇപ്പൊ ഞങ്ങൾക്ക് 2 ആഴ്ച പ്രാക്ടീസ് സ്പോട്ടിൽ പോകാൻ ഞങ്ങൾക്ക് പേടിയാ. ബിക്കോസ് നമ്മൾ പ്രാക്ടീസ് സ്പോട്ടിൽ പ്രാക്ടീസ് കൊണ്ടിരിക്കുമ്പോൾ ഓബിയസ്ലി എല്ലാവരും പറയും ഇവരൊക്കെ കൂടിയാണ് ആ പയ്യനൊക്കെ ഇതൊക്കെ കണ്ടിട്ടാണ് ആ പയ്യൻ മരിച്ചതെന്ന് പറയണം. അപ്പൊ നമ്മള് ഭയങ്കര ഹേർട്ട് ആവുകയാണ്. ബിക്കോസ് നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഇപ്പൊ നമ്മൾ 15 16 കൊല്ലമായിട്ട് നമ്മള് പ്രാക്ടീസ് സ്പോട്ടാണ് നമ്മുടെ പ്രാക്ടീസ് സ്പോട്ട് നമുക്ക് മാത്രമല്ല, നമ്മൾ ആർക്കും പറഞ്ഞു കൊടുക്കില്ല. നമ്മൾ ഒരു ഓഡിയൻസിനെ ഇൻവൈറ്റ് ചെയ്യാറില്ല, പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാത്തൊരു പ്രാക്ടീസ് സ്പോട്ടിൽ ഇത്രയും നാളും എഫേർട്ട് ഇട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് കൊണ്ട് എല്ലാരും ബ്ലെയിം ചെയ്യാണ്. നിന്റെ ഈ വണ്ടി പൊക്കലൊക്കെ കാരണം പിള്ളേർ ഇങ്ങനെ പോകണം. അതൊരു നിങ്ങൾ എന്തുകൊണ്ടിനാണ് ഇത് ബാഡ് ഇൻസ്പിറേഷൻ എടുക്കണം, ഇതൊരു ഗുഡ് ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തോടെ. ഇഫ് യു വോണ്ട് ടു ലേൺ. ഇപ്പൊ ധാരാളം പേര് എന്നെ വിളിച്ചു ചോദിക്കാണ് സ്റ്റണ്ടിങ് പഠിപ്പിക്കാൻ കൊടുക്കുന്നുണ്ടോ എന്ന്. ഞാൻ ഫ്രാങ്ക്ലി ആരും പഠിപ്പിച്ചു കൊടുക്കില്ല എന്ന് പറയാം. ബിക്കോസ് എനിക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു സ്റ്റണ്ടിങ് പഠിക്കണം ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ അവന് സ്റ്റണ്ടിങ് പഠിപ്പിച്ചു കൊടുത്തു. അവൻ റോട്ടിൽ പോയി ചെയ്യില്ല എന്ന് എനിക്ക് പറഞ്ഞ് എഗ്രിമെന്റ് എഴുതി മേടിക്കാനുള്ളൂ. അവൻ ചെയ്യൂലോ എന്ന് എനിക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ഒരിക്കലും പഠിപ്പിച്ചു കൊടുക്കാൻ എഫേർട്ട് എടുക്കാറില്ല. പിന്നെ അത്ര കോൺഫിഡന്റ് ആയിട്ട് ഒരാൾക്ക് മാത്രം ഞാൻ പ്രൈവറ്റ്ലി പറഞ്ഞു കൊടുക്കാറുള്ളൂ. പക്ഷെ ഇത് മെയിൻ ഇഷ്യൂ വി ആർ ടെല്ലിങ് ഇസ് ഈ പ്രാക്ടീസ് സ്പോട്ടിൽ ചെയ്യുന്ന നമ്മളെ പോലുള്ള പ്രൊഫഷണലിസം ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ബ്ലെയിം ഗെയിം കിട്ടുമ്പോൾ നമ്മൾ എഫക്റ്റഡ് ആവുകയാണ്. നമുക്കിത് ചെയ്യാനുള്ള ആ ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യണം. അപ്പൊ പ്ലീസ് നിങ്ങൾ പ്രൊഫഷണൽസ് ആരാണ്, നോൺ പ്രൊഫഷണൽസ് റോഡിൽ ചെയ്യുന്ന ആൾക്കാരെ സെഗ്രിഗേറ്റ് ചെയ്ത് വേണ്ട രീതിയിൽ സപ്പോർട്ട് കൊടുക്കുക. ഇതാണ് മെയിൻ ഇഷ്യൂ. എല്ലാ റേസിംഗിനായാലും ഇപ്പോ റേസിംഗും സ്റ്റണ്ടിങ്ങും ടേം തന്നെ ആൾക്കാർക്ക് ഡിഫറൻസ് ഇല്ല. ഇപ്പൊ സ്റ്റണ്ടിങ് ചെയ്ത് മരിച്ചു, റേസിംഗ് ചെയ്ത് വണ്ടി ഇടിച്ചു. ഇപ്പൊ റേസിംഗ് ആയാലും അഭ്യാസം അല്ലെങ്കിൽ
മത്സരോട്ടം എന്നൊക്കെ പറയും, സർക്കസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവരാള് റേസ് ഓടിക്കുമ്പോൾ പറയും സ്റ്റണ്ടിങ് ആണ്. സ്റ്റണ്ടിങ് എന്താ റേസിംഗ് എന്ന് അറിയാത്ത ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ നടക്കുമ്പോ എല്ലാരും പേര് സ്റ്റണ്ട് എന്നൊരു വാക്ക് ഒരു ഹോളിഗണിസമായിട്ട് കാണുന്ന ആൾക്കാര്. ബിക്കോസ് നമ്മള് ലോഡ് ഓഫ് കേരള റൈഡേഴ്സ് ഉണ്ടായിരുന്നു, അവരെയൊക്കെ കുറഞ്ഞു ഇപ്പൊ ഒരു മറ്റം ചെറിയ ഒരു കമ്മ്യൂണിറ്റിയാണ് സ്റ്റണ്ട് റൈഡിങ് കേരളയിൽ തന്നെ. പക്ഷെ അവര് വളരെ സോഫ്റ്റ് ആയിട്ട് ഒരു മൂലയ്ക്ക് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ കുറെ പേര് പറയാണ്ടായിരുന്നു പണ്ട് റൈഡിങ് സ്റ്റണ്ട് റൈഡിങ് അടിപൊളിയായിരുന്നു എന്ന് പറയും. പണ്ട് അടിപൊളിയായിരുന്നു എന്തുകൊണ്ട് അന്ന് അത്ര റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ റൂൾസ് ആൻഡ് റെഗുലേഷൻ കൂടുന്നതോറും അതിന്റെ റെസ്ട്രിക്ഷൻ കുറഞ്ഞോണ്ടിരിക്കണം. അപ്പൊ ആൾക്കാർ ഒരു ഞങ്ങള് പണ്ട് അടിപൊളിയായിരുന്നു അതുകൊണ്ട് നിർത്തി കളഞ്ഞെന്ന് പറയും. നമ്മൾ അന്നും ഇന്നും നിർത്തിയിട്ടില്ല, ബിക്കോസ് വി ആർ പാഷനേറ്റ്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ ഇഷ്യൂ വരുമ്പോ നമുക്ക് ഭയങ്കര ഹേർട്ട് ആവണത്. സോ മേക്ക് ഷുവർ നിങ്ങൾ എല്ലാവരും ഈ സ്റ്റണ്ട് റൈഡിങ് പ്രൊഫഷണലിസം ഏതാണ്, റോഡ് സ്റ്റണ്ട് റൈഡിങ് ഏതാണ്, അല്ലെങ്കിൽ റോഡ് റേസിംഗ് ഏതാണ്, ട്രാക്ക് റേസിംഗ് ഏതാണെന്ന് സെഗ്രിഗേറ്റ് ചെയ്യണം. പിന്നെ റേസിംഗിന് ട്രാക്ക് ഉണ്ട് ഇപ്പോൾ ഇവിടെ. തൃശ്ശൂര് ഗോ കാർട്ടിംഗ് ട്രാക്ക് ഉണ്ട്, ട്രിവാൻഡ്രത്ത് ഗോ കാർട്ടിംഗ് ട്രാക്കിൽ ബൈക്ക് ഓടിക്കാൻ നിങ്ങൾക്ക് വെന്യൂ ഉണ്ട്, റേസിംഗിന് വേണ്ടി സ്പോട്ട് അനുവദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ലെവൽ ഓഫ് റേസിംഗ് ചെയ്യണമെങ്കിൽ കോയമ്പത്തൂരുണ്ട്, ചെന്നൈയിലുണ്ട്. സ്റ്റണ്ട് റൈഡിംഗിന് സ്പോട്ട് നിങ്ങൾ കണ്ടെത്തിയേ പറ്റൂ. ഒരാളും സ്റ്റണ്ട് റൈഡിംഗ് സ്പോട്ട് വീടിന്റെ അടുത്ത് കൊണ്ട് തരാൻ പോകില്ല. ഇപ്പൊ നമ്മൾ തന്നെ സ്റ്റണ്ട് റൈഡിംഗ് സ്പോട്ടിലേക്ക് ഓൾമോസ്റ്റ് 35 കിലോമീറ്റേഴ്സ് ട്രാവൽ വൺ സൈഡ് ആയിട്ടാണ് പ്രാക്ടീസ് ചെയ്യണത്. ബിക്കോസ് എന്താ, വി ആർ പാഷനേറ്റ്. ഇപ്പൊ പ്രവിത്ത് റേസ് ഓടിക്കണം, പ്രവിത്ത് സ്ഥലത്ത് വേറെ സ്ഥലത്ത് പോയിട്ടാണ് റേസ് പ്രാക്ടീസ് ചെയ്യണത്. അപ്പോ ദ കണ്ടന്റ് വോട്ട് യു സീ, മേക്ക് ഷുവർ നിങ്ങൾ അത് നല്ല കണ്ടന്റിന് മാത്രം സപ്പോർട്ട് ചെയ്യുക, അതിന് കമന്റ് ചെയ്യുക. അല്ലാതെ ഇല്ലീഗൽ കണ്ടന്റിന് കമന്റ് ചെയ്ത് അവരുടെ ലൈഫ് ഡേഞ്ചറിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് യു വിൽ ബി റെസ്പോൺസിബിൾ ഫോർ പീപ്പിൾ ഇങ്ങനെ റാഷ് ഡ്രൈവ് ചെയ്ത് മരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് അവർ വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ വേണ്ട നല്ല കണ്ടന്റിന് സപ്പോർട്ട് കൊടുക്കുക. കണ്ടന്റ് ബാഡ് കണ്ടന്റ് റോഡ് കണ്ടന്റ് ആണെങ്കിൽ അവരെ ഡീമോട്ടിവേറ്റ് ചെയ്ത് കമന്റ് അടിയിൽ ഇട്ട് മേക്ക് ഷുവർ അവരുടെ അടുത്ത് പറയണം ഇത് ഇല്ലീഗൽ കണ്ടന്റ് റോഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. യു ഷുഡ് കീപ്പ് ഓൺ പുട്ടിങ്. അത് ചിലർക്ക് അറിയാൻ പാടില്ല, ചെറിയ പിള്ളേരെ ആയിക്കോളൂ. അത് ഇട്ട് കൊടുത്ത് അവരെ മാറ്റിക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതായത് നിങ്ങളിപ്പോ ആ ചെയ്യുന്ന ഒരു പ്രവൃത്തിയില് ചിലപ്പോൾ ലൈഫ് തന്നെ സേവ് ചെയ്തേക്കാം. അതായത് ഒരു ലൈഫ് സേവ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൊസൈറ്റിന്റെ ബിൽഡ് ചെയ്യുന്ന തുല്യമാണ്. അപ്പോ നമ്മുടെ സൊസൈറ്റിക്ക് നമ്മൾ മാക്സിമം നമ്മളെല്ലാവരും നല്ല സിറ്റിസൺ ആയിട്ട് വളർന്നാണ് നമ്മൾ ചെറുപ്പം പഠിപ്പിച്ചിട്ടില്ല. അതോ അത് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അതായത് ഈ വക റാഷ് റൈഡിങ്സ്, അത് റോഡിൽ കാണുന്ന അന്യായങ്ങള് എല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ കണ്ടന്റ്സ് ഒക്കെ ഉള്ളത് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുക. കണ്ടന്റ്സ് ഒക്കെ നമ്മൾ കമന്റ് ചെയ്യാണ്ടിരിക്കുക. കമന്റ് ചെയ്യുകയാണെങ്കിൽ ഈ കണ്ടന്റ് ക്രിയേറ്ററിന്റെ എതിര് പെർഫോം ചെയ്യാൻ പാടുന്ന രീതിയിൽ കമന്റ്സ് ഇടുക, പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ ഇതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽപ്പിംഗ് സൊസൈറ്റി. അതോ അങ്ങനെ സേവിംഗ് ലൈഫ്സ്, അതോ അങ്ങനെയാണ് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ. മോട്ടോർ സ്പോർട്ട് എന്നുള്ള കാര്യം ഇന്ത്യയിലും കേരളത്തിലും വളരണമെങ്കിൽ വി ഹാവ് ടു ബി വിജിലന്റ് ഫ്രം ദ ഡേ വൺ. സോ അതുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് റൈഡർ പ്രൊഫൈലിൽ നോക്കിക്കഴിഞ്ഞാലും ഈ റോഡിലെ കുറെ റൈഡിങ് ഇതുണ്ടാവും, അതിന്റെ സ്കിൽസ് കാണിക്കുന്ന വീഡിയോസ് ഉണ്ടാവും. ഇതിനൊക്കെ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞാല് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പതുക്കെ നിർത്തി തുടങ്ങും. നോർമൽ വേ ഓഫ് കണ്ടന്റ് അവർ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങും. ഈ സ്റ്റൺസ് ആയിട്ടുള്ള കണ്ടന്റ് കാര്യങ്ങളൊക്കെ നിർത്തി അവർ നല്ല രീതിയിലായി കഴിഞ്ഞാലാണ് നമ്മുടെ റോഡിൽ ഈ കാണുന്ന ആക്സിഡന്റ്സ് കാര്യങ്ങൾ കുറയും, നല്ല രീതിയിൽ ട്രാഫിക് പോകും, ആർക്കും ആക്സിഡന്റ്സ് കാര്യങ്ങളില്ല. ദാറ്റ് ബി ഗുഡ്. നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു മോട്ടോർ സ്പോർട്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെയും യു ഹാവ് എൻ ഓപ്ഷൻ. റേസിംഗ് ആയാലും സ്റ്റണ്ട് റൈഡിംഗ് ആയാലും സ്കേറ്റ് ബോർഡിംഗ് ആയാലും MTB സ്റ്റണ്ട്സ് ആയാലും എല്ലാത്തിനും സ്ഥലമുണ്ട്. ഇറ്റ്സ് എ ഫാക്ട്. ചെയ്ത് ഇൻസ്റ്റന്റ് ആയിട്ട് ഫെയിം കിട്ടില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പ്രാക്ടീസ് സ്പോട്ടും കിട്ടില്ല. മേക്ക് ഷുവർ യു ടേക്ക് സം എഫേർട്ട്. എല്ലാവരും ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോ സ്ഥലം കണ്ടെത്താനുള്ള ടൈമും അത് പഠിച്ച് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തി അതിൽ നിന്ന് ഫെയിം ഉണ്ടാക്കാനും ദർ ഈസ് എ ടൈം സ്പേസ്. അപ്പോ മേക്ക് ഷുവർ നിങ്ങൾ പാഷനേറ്റ് ആണെങ്കിൽ അതിൽ ഫോളോ ചെയ്യും. ബിക്കോസ് ഇപ്പൊ നമ്മൾ കണ്ടിപ്പോ കഴിഞ്ഞ ആലുവയില് ഒരു ചെറിയ പെൺകുട്ടി വരെ റൈഡിങ് മോട്ടോർ സൈക്കിൾസ് അല്ലെ, അതും പ്രോപ്പർ ഗിയർ സേഫ്ലി എങ്കിൽ ചെറിയ വയസ്സിൽ തന്നെ അത്രയും പ്രൊഫഷണൽ ആയിട്ട് ട്രെയിനിങ് കൊടുക്കുമ്പോ ഷീസ് ഗോണ ബി പെർഫെക്റ്റ്. അല്ലാണ്ട് അതെന്താ, ബിക്കോസ് ഹർ ഫാദർ ആൻഡ് മോം ഇസ് സപ്പോർട്ട് ചെയ്യും. അതാണ് നേരത്തെ പറയത്ത് പറഞ്ഞാൽ 18 വയസ്സുള്ള ഒരു പയ്യന് ബൈക്ക് എടുത്ത് കൊടുക്കുക, അവൻ എന്താ ചെയ്യണമെന്ന് ഒരിക്കലും നിങ്ങൾ കാണാതെ നിങ്ങൾ അറിയണം അവൻ എന്താ ചെയ്യണത്. വണ്ടി കൊണ്ട് നമ്പർ പ്ലേറ്റ് ഇല്ല. ഇപ്പൊ വീട്ടിൽ ഒരു വണ്ടി കൊണ്ട് വെക്കുമ്പോൾ തന്നെ അതിൽ ബാക്കിൽ നമ്പർ പ്ലേറ്റ് ഇല്ലെങ്കിൽ തന്നെ വീട്ടുകാർക്ക് ബേസിക് സെൻസിൽ അറിയാം അത് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടിയാണ്. അപ്പൊ അവന് ലീഗലായിട്ട് എന്തോ ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. നമ്പർ പ്ലേറ്റ് തന്നെ ഊരി മാറ്റുന്നത് എന്തിനാ, ഇഫ് ഈസ് റൈഡിംഗ് ഗുഡ്. അപ്പൊ വീട്ടുകാർക്ക് ഒരു വണ്ടി കൊണ്ടുവരുമ്പോൾ അത് മോഡിഫൈഡ് ആണോ, അത് നമ്പർ പ്ലേറ്റ് ഇല്ലായ്മയുണ്ടോ, അല്ലെങ്കിൽ അവൻ വണ്ടി വീണ് വരികയാണോ, ഓവർ ക്ലോക്ക് സ്പീഡ് ഇതൊക്കെ വീട്ടുകാരും മാത്രമല്ല നമ്മളെ പോലെ റൈഡേഴ്സ് നമ്മളും വി ആർ ബ്രദേഴ്സ് അല്ലെ. നമ്മൾ ചെറിയ അനിയന്മാർ ചെയ്യുമ്പോൾ നമ്മളടിയിൽ കണ്ടന്റ് ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. അല്ലാണ്ട് നമ്മൾ ഒച്ച ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി ഒന്നും ചെയ്യേണ്ട ആവശ്യം. ശാന്തമായിട്ട് പറയാം, 2-3 തവണ പറയാം. സ്റ്റിൽ ഇഫ് ഈസ് റിപ്പീറ്റിംഗ് ഇറ്റ്, അറ്റ്ലീസ്റ്റ് മേക്ക് ഷുവർ അവരുടെ പാരന്റ്സ് അറിയാൻ രീതിയിൽ. ഇപ്പൊ ഗെയിമിംഗ് കളിച്ച് ധാരാളം പേര് മരിക്കണമെന്ന് പറഞ്ഞില്ലേ,
ഇതൊക്കെ പാർട്ട് ഓഫ് പീപ്പിൾ ഹു ആർ സപ്പോർട്ടിംഗ് ആണ്. നമ്മൾ സപ്പോർട്ട് ചെയ്യണ രീതിയിലാണ് ദ യൂത്ത് ഇസ് കമ്മിങ് അപ്പ്. സോ ഇതാണ് ഞങ്ങൾക്ക് ആക്ച്വലി ഈ വീഡിയോ എന്ന് പറയാനുള്ളത്. വേറെ ഒന്നും നമുക്ക് ഇതിൽ പറയാനില്ല. വി സെഡ് ഐ തിങ്ക് വി കവേർഡ് ഓൾ അല്ലേ. ഇത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ അടുത്ത് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ വ്യൂസിന് വേണ്ടിയിട്ടോ ലൈക്കിന് വേണ്ടിയിട്ടോ ഫോളോ ചെയ്യാനോ ആയിട്ടോ നിങ്ങൾ ഒന്നും ചെയ്യരുത്. നിങ്ങൾ പാഷനേറ്റ് ആണെങ്കിൽ നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ അപ്ലോഡ് ചെയ്തോ, നിങ്ങൾക്ക് ലൈക്ക് കിട്ടിയില്ല ഇല്ല എന്നുണ്ടെങ്കിൽ വൺ ഡേ ഇറ്റ് വിൽ കം, ഇറ്റ് മേ കം. ഇറ്റ്സ് എ ടൈം കൺസ്യൂമിംഗ് സാധനമാണ്. ഇത് എന്തായാലും ഫിലിം ഫീൽഡ്, സോങ് ഫീൽഡ്, എന്ത് എന്റർടൈൻമെന്റ് ബിസിനസ് ടൈം എടുക്കും. ഇറ്റ് കംസ്, ഫെയിം വിൽ കം ഇഫ് യു ആർ പാഷനേറ്റ്. അതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഞങ്ങൾക്ക് ഇതാണ് പറയാനുള്ളത്. സോ ഞങ്ങൾ ധാരാളം ചിന്തിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ബിക്കോസ് വി വാണ്ടഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഞങ്ങള് ഈ മൊത്തത്തിൽ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഈ ന്യൂസ് കേട്ടപ്പോഴും ഇങ്ങനത്തെ 3 മരണം കണ്ടപ്പോഴും എല്ലാം കൂടി കുറച്ച് ഹേർട്ട്ഫുൾ ആയിരുന്നു. സോ ഈ വീഡിയോയിൽ നിന്ന് കുറച്ച് വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക. എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു നോഷൻ കൊടുക്കുക. കാരണം there are people who's doing it professionally and there are people who's doing it on the streets and just for likes and shares and comments and subscriptions and all the fame game. കാരണം ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ ഇറയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാം ഓൺലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ എവരിബഡി ഈസ് വാച്ചിങ് കണ്ടന്റ്സ്. സോ ഈ കണ്ടന്റ്സ് നമ്മൾ കൂടുതൽ കം അക്രോസ് ചെയ്യുമ്പോഴും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക. ഇങ്ങനത്തെ ഇഫ് യു ഫീൽ ഇറ്റ്സ് ഇല്ലീഗൽ, ഇഫ് യു ഫീൽ ഇറ്റ്സ് വയലേറ്റിംഗ് അതേഴ്സ് എത്തിക്സ് ആൻഡ് എവറിത്തിങ്, മാക്സിമം സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക, മാക്സിമം കമന്റ് ചെയ്യാണ്ടിരിക്കുക, മാക്സിമം റിപ്പോർട്ട് ചെയ്യുക, മാക്സിമം എത്തിക്കേണ്ടടുത്തേക്ക് എത്തിക്കുക, അതോറിറ്റീസ് സപ്പോർട്ട് ചെയ്യുക, അതോറിറ്റീസ് റിപ്പോർട്ട് ചെയ്യുക. So that all you can do. It basically in those changes we are building a society. We are saving lives. We are saving lives. So you are saving lives. So save lives with us, please. So help us. So that's it. So ഇത് പറയാനുള്ള. So make sure support real talent, not the street guys. Yes. So stay safe, be a responsible. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇനി ഒരു ഇൻസിഡന്റ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതിനെല്ലാം നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. That's all. Stay safe, right responsibility. Yes.